അന്യായമായിട്ടൊന്നും സമ്പാദിക്കരുത്. നിങ്ങളൊരു കടയിൽ ജോലി കിട്ടി, ആ കടയിൽ ജോലി കിട്ടിയപ്പോ നിങ്ങൾക്ക് എന്താണ് പണി? ആ കടയിൽ നിന്ന് മറ്റുള്ള പല ആളുകളിലേക്കും വിളി വരുമ്പോ അതേ അവരുദ്ദേശിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നൊരു ബില്ല് തന്നിട്ടുണ്ട്. ആ ബില്ലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആളോട് നിങ്ങൾ പറഞ്ഞു, എത്രയാ ബില്ല്? ബില്ലിൽ എഴുതിയിരിക്കുന്നത് 125 ദിർഹം എന്നാണ്. 125 റിയാൽ എന്നാ എഴുതിയിരിക്കുന്നത്. ബില്ല് ചോദിക്കാത്ത രൂപത്തിലോ ബില്ല് എവിടെയെന്ന് അന്വേഷിക്കാത്ത രൂപത്തിലോ വീട്ടുകാരൻ എത്രയെന്ന് ചോദിക്കുമ്പോ ഒറ്റയടിക്കങ്ങ് പറഞ്ഞു പോയി 150 റിയാൽ എന്ന്. ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന 125ന്റെ കണക്കാണ്. 25 ആരുടേതാണ്? ഏത് വകുപ്പിലാണ്? എങ്ങനെ കിട്ടേണ്ടതാ? ശമ്പളം വേറെയുണ്ട്. ഈ 25 ഒരു വീട്ടിലേക്ക് പോയപ്പോ വസൂലാക്കിയത് ഒരൊറ്റ വീട്ടിൽ നിന്ന് അങ്ങനെ 25 വസൂലാക്കിയെങ്കിൽ ഒരൊറ്റ ദിവസം നീ 10 വീട്ടിലേക്ക് പോകുമ്പോ അത്തരത്തിലുള്ളൊരു 10-25 വരുമ്പോ 250 റിയാല് സാലറി അല്ലാത്ത രൂപത്തിൽ നിന്റെ പോക്കറ്റിൽ ഒരു ദിവസം വരുമ്പോ നീ സന്തോഷത്തിലാണ്. 250 വേറെ കിട്ടിയല്ലോ. അങ്ങനെ ഒരു 10 ദിവസം 250 കൂട്ടിയിട്ട്, ഒരു 20 ദിവസം 250 കൂട്ടിയിട്ട്, ഒരു 30 ദിവസം 250 കൂട്ടിയിട്ട് നിന്റെ സാലറി നീ വേറെ വാങ്ങുമ്പോ ഈ അർഹതയില്ലാത്ത സ്വത്ത് ഒരൊറ്റ റിയാലതിലേക്ക് അങ്ങ് കൂട്ടിക്കലർത്തുമ്പോഴേക്ക് അതിൽ പോലും ബർക്കത്ത് പോയി പോവുകയാണ്. അല്ലാഹു തആല ഹലാലായിട്ട് നിനക്ക് നൽകിയതിൽ പോലും ഈ ഹറാമ് നീ അങ്ങ് കൂട്ടുമ്പോ ഉള്ള ബർക്കത്തും നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ സമ്പാദിക്കുന്ന സമ്പാദ്യം അല്ലാഹു പൊരുത്തപ്പെടുമോ? ഇല്ലേ ഇല്ല.